പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലെ ഒരു ബ്രസ്റ്റ് മിൽക്ക് പെൻഡൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ കോഴിക്കോട് കുറേ ജ്വല്ലറീസ് ഞാൻ ചോദിച്ചു, ആരും തന്നെ ഡയറക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് മിറാൾഡ ഗോൾഡിലായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത്. അവരാണ് എനിക്ക് ഒരു ഫീറ്റ് മോൾഡ് ഉണ്ടാക്കി തന്നത്. ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവരെനിക്ക് ഈ ഫീറ്റ് മോൾഡ് ഉണ്ടാക്കി തന്നു കേട്ടോ. ബാക്കി കാര്യങ്ങൾ ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തു. ബ്രസ്റ്റ് മിൽക്ക് പ്രിസർവേറ്റീവ് കിറ്റിന്ന് അടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇതുപോലൊരു ബോക്സ് കാണാൻ പറ്റും. ഇതിനകത്ത് സ്പൂണ്, സ്റ്റിക്ക്, അതുപോലെ ടൂത്ത് പിക്ക്, കൂടെ ഉണ്ടാക്കാനുള്ളൊരു ചെയിൻ മോൾഡ്, പിന്നെ പ്രിസർവേറ്റീവ്, അതായത് ബ്രസ്റ്റ് മിൽക്ക് പ്രിസർവേറ്റീവ് പൗഡർ, പിന്നെ അതിനകത്ത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ റെസിനും കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഒരു മോൾഡും കൂടെ ഉണ്ടാവും, പിന്നെ UV ലൈറ്റും ബട്ടർ പേപ്പറും ഇതിനകത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. ഇനി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളൊരു ഗൈഡ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഫസ്റ്റ് വേണ്ടത് 10 ml, അതായത് 10 ml ഓഫ് ബ്രസ്റ്റ് മിൽക്കാണ്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കുറച്ചൊന്ന് റെഡി ആയിട്ട് വരുമ്പോൾ തന്നെ ചൂടായി വരുമ്പോൾ ഒരു കട്ടകൾ വരുന്ന പോലെ കാണാം. അപ്പോൾ തന്നെ നമ്മൾ ഈ ബ്രസ്റ്റ് മിൽക്ക് പ്രിസർവേറ്റീവ് പൗഡർ ആവശ്യത്തിന് അതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് രൂപത്തിലാകുമ്പോൾ നമ്മൾ എടുത്തിട്ട് ഇതേപോലെ ഒരു ബട്ടർ പേപ്പറിൻ്റെ മേലെ തേച്ച് വയ്ക്കാം. ഒരുപാട് നൈസായിട്ട് തേച്ച് വയ്ക്കേണ്ട, അപ്പോൾ നമുക്കിത് പൊളിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇച്ചിരി കട്ടിയിൽ തേച്ച് വയ്ക്കുക. ഇത് ഡ്രൈ ആവാൻ 2-3 ദിവസം എടുക്കും കേട്ടോ. ഞാനിത് 1 വീക്കിന് ശേഷമാണ് എടുത്തത്. അപ്പോഴത്തേക്ക് ഡ്രൈ ആയി കിട്ടിയുള്ളൂ. ഡ്രൈ ആയത് നമ്മൾ ഇതുപോലെ സ്പൂൺ കൊണ്ട് ചുരണ്ടിയെടുക്കാം. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രൈൻഡ് ചെയ്യുന്ന സാധനങ്ങളുണ്ടെങ്കിൽ അത് അങ്ങനെ എടുക്കാം. ഇത് ഫ്രഷ് അല്ലാത്തത് കൊണ്ടാണ് ഞാനിതിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് കവർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ചുരണ്ടിയെടുത്ത പൗഡർ ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യണം. നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുന്നതിലാണ് ഇതിന് പെർഫെക്ഷൻ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര നൈസാക്കാൻ പറ്റുമോ അത്രയും നൈസായിട്ട് നിങ്ങൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഈ ഗ്രൈൻഡ് ചെയ്തെടുത്ത പൗഡർ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മുടെ റെസിൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിലുള്ള പൗഡർ മാത്രം എടുത്താൽ മതി. ബാക്കി പൗഡർ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇത് ഒരു കട്ട പോലും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. എനിക്ക് ഇച്ചിരി ക്ഷമ കുറവായതുകൊണ്ട് എനിക്ക് അത്ര ഗ്രൈൻഡ് ആയില്ല കേട്ടോ. പക്ഷെ ഞാൻ നന്നായി മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ മോൾഡിലേക്ക് ചെറിയ സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇച്ചിരി ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് സൈഡെല്ലാം നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് പെർഫെക്റ്റ് ആവുള്ളൂ കേട്ടോ. മിൽക്ക് പെൻഡൻറ്റ് ഇത് നമുക്കിനി UV ലൈറ്റിന് താഴെ ഒരു 1 hour വെച്ച് കൊടുക്കാം. ഒരു ½ an hour ഒക്കെയാണ് അവർ പറയുന്നത്. ഞാൻ എന്നാലും ഒരു 1 hour വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മാത്രമേ നന്നായിട്ട് ഡ്രൈ ആയിട്ടും നന്നായിട്ട് ഗ്ലേസിങ്ങോടും കൂടി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് പെൻഡൻറ്റ്. എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ, ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതേപോലെ ഒരു മംഗൾസൂത്രത്തിലാണ് ഇത് കോർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പ്ലെയിൻ ആയിട്ടുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ളതിൽ കോർത്തിടാവുന്നതാണ്. എങ്ങനെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ്. സോ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.